രേണുസുതിയാണ് പണ്ടത്തെ രേണുസുതി. ബിഗ് ബോസിന് ശേഷം എനിക്ക് 2 കൊമ്പോ മനസ്സിലായോ, 2 തലയ്ക്കകത്തുള്ള ഒരു പൂവോ ഒന്നും മുളച്ചിട്ടുള്ള ഒരാളല്ല. ആരാണെന്ന് പറഞ്ഞത്? രേണുസുതിക്ക് അഹങ്കാരം വന്നു? എന്താടാ നിങ്ങൾക്ക് എന്താണ് ഈ പെണ്ണിനെ പുറത്ത് വിട്ടൂടെ? അവർക്ക് അഹങ്കാരം ഒന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു. എന്താ സീൻ എടുക്കാൻ പോകുന്നത്? ദേവി എന്തോ വരുന്നേ? ദേവി എന്തോ ഓക്കെ അല്ല മിറന്ന് മമ്മൂട്ടിക്ക് പോലും ഇത്രക്ക് ജാടയില്ലെന്നാ ചില ആളുകൾ പറയുന്നത്. അഹങ്കാരം വന്നിട്ടൊന്നുമില്ല. ആ കണ്ണാടി ഒന്ന് തരും, ഞാനൊന്ന് നോക്കട്ടെ. 2-3 ദിവസം കഷ്ടിച്ച് മുന്നോട്ട് പോകാൻ 2-3 ലക്ഷം ഉറുപ്പ്യൊക്കെ വേണമെന്നാണ് രണസുനെ പറഞ്ഞിട്ടുള്ളത്. മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അഹങ്കാരം വന്നിട്ടൊന്നുമില്ല. ആരാടെ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ? രേണുസുതിയൊക്കെ അല്ല അടിപൊളിയായിട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തിന്റെ കേടാ? അല്ല അവർക്കല്ലേ കേട്? ഞാൻ പറയുന്നില്ല, അവരെ വിളിക്കുന്ന ആളുകൾക്കാണ് കേട് മൊത്തം. ഇപ്പൊ കല്യാണമാണ് ഡെയിലി ചർച്ച. കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ഡയലോഗ് കൂടി അടിച്ചിട്ടുണ്ട്, കാണേ. കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കണം. ഓക്കെ അല്ല, 6 കാത്തിരിക്കുക, താലിയായിട്ട് കാത്തിരിക്കുക. പോയി കഴുത്തിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അത് ഇട്ടുതരും താലി. ഒന്ന് 6 എവിടെ കിടക്കണം? നീ എവിടെ കിടക്കണത്? അയാളുടെ വിദ്യാഭ്യാസത്തിന്റെ പകുതിയെങ്കിലും നീ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയായിരുന്നു. അയാളുടെ ബാങ്ക് ബാലൻസിന്റെ പകുതിയെങ്കിലും നിനക്ക് ഉണ്ടെങ്കിലും നീ ഓക്കെ എന്ന് പറയായിരുന്നു. അയാളെ പോലെ പോലും നിനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 2-3 സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടോ? അതൊന്നും വലിയ കുഴപ്പമില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട് ആള് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത് ഒഴിച്ചു വെച്ചാല് അയാള് പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 6 വന്നാൽ ഞാൻ കിട്ടില്ല പോലും. 6 അങ്ങോട്ട് കാത്തിരിക്കുക, അങ്ങോട്ട് വായ മുളയെ കെട്ടാനെന്ന് പറഞ്ഞിട്ട്. ആര് കെട്ടുന്നടേ? ഇപ്പൊ എത്ര കെട്ടി? 2-3 എന്നിട്ട് 6 കൂടി കെട്ടണം അല്ലെ? അയാള് തമാശക്കൊക്കെ ഓരോ കാര്യങ്ങൾ പറയണ്ടെന്ന് കരുതിക്കൊണ്ട് ഞാനൊന്നും പറയണില്ല കേട്ടോ. അയാൾ ഇതൊന്നും കാണണ്ട, റിയാക്ട് ചെയ്ത് ചിലപ്പോ കൊന്നു വരും. അതാണ്. എന്റെ വീട്ടുകാരും ഞങ്ങൾ മൊത്തം ഈ പരിപാടി ഡാൻസ്, എന്റെ ആങ്ങളമാരും എല്ലാം ചെറുപ്പം തൊട്ട് അവള് ഡാൻസ് പഠിച്ച. ഞങ്ങളെല്ലാരും ഞങ്ങളുടെ വീട്ടിലുള്ള എന്റെ കൊച്ചാങ്ങളെ, വലിയ ആങ്ങളെ, 2 ആങ്ങളമാർ, അവര് ഞങ്ങളുടെ വീട്ടുകാർ മൊത്തം. അങ്ങനെ വെറുതെ അല്ല രേണുസുതി ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നതും ഡാൻസ് കളിക്കണതൊക്കെ. ഇവര് ഫാമിലി മൊത്തം ഡാൻസേഴ്സ് അത്രേ. രണസുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ കൊണം കാണാനുണ്ട്. കറക്റ്റ്. എന്നാ ഒരു ഡാൻസാ, എന്നാ ഒരു മെയ്വഴക്കം ആലോചിച്ച് നോക്കിയേ. സത്യമായിട്ടും അമ്മച്ചി പഠിപ്പിച്ചതിൽ നല്ല കാര്യമുണ്ട്. ഇടക്കൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറിയൊക്കെ കാണാൻ കഴിയും ഡാൻസിന്റെ ആ ഒരു മഹാത്മ്യം. പൊന്നോ, വടത്തെ തമ്പുരാൻ പോലും പൊറുക്കൂല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ പോയി കണ്ടു നോക്കി, അപ്പൊ മനസ്സിലാവുന്നുള്ളതാ. ഓക്കെ, എന്തായാലും 6 വേണ്ട. 6 വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് 6 വേണ്ട വെച്ചു. പക്ഷെ നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ കാണിച്ചു തരാം. വാവ്, എന്താ ഒരു ചടുല നൃത്തം! എന്താണത്? മെയ്വഴക്കത്തിന്റെ അങ്ങേയറ്റം. രേണുസുതിക്കൊപ്പം നിർത്തി ഡാൻസ് കളിക്കാൻ കഴിവുള്ള വ്യക്തി. വാവ്, ബ്യൂട്ടിഫുൾ. എന്നാ ഒരു ഇതാ നോക്കിയേ. ഈ ഒരു ലെവലിലൊക്കെ ആണെങ്കിലും ഓക്കെ, രേണുസുതിക്ക് പറ്റിയ ഒരാൾ തന്നെയാണ് അളിഞ്ഞ ജോസ് പെരേര. കറക്റ്റാ. അവനോടൊന്ന് ചോദിച്ചു നോക്കൂ, ചിലപ്പോ താല്പര്യം പ്രകടിപ്പിച്ചാലോ. കാരണം ഏകദേശം വൈബൊക്കെ കറക്റ്റ് ആണെന്നുള്ളതാണ്. കറക്റ്റ് സ്റ്റെപ്പ് അല്ലേ. ഇവന്റെ 25ാം പിറന്നാൾ ദിവസമാണ് ഇന്ന്. അവന്റെ പിറന്ന നാളാണിന്ന്. അത് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലത്ത് മോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ തന്നെ കാലുകൊണ്ട് തുടച്ചതാ. രേണുസുതി കറക്റ്റ് ആളെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഇവിടെയെങ്കിലും ഞാൻ ദാസന്റെ 2 സ്ഥലത്തിരുന്നുള്ള പേര് വരട്ടെ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഥ വന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പറയാം. ബൈ ബൈ. ആ ചിരിക്ക് കൊടുക്കണം കായ്. ആ ചിരിക്കാണ് തോന്നുന്നത് ശരിക്കും കായ് കിട്ടുന്നത്. എന്താണത്? നമ്മൾ 2 സീറ്റിൽ ഇരുന്ന് പറഞ്ഞാൽ നാളെ ചർച്ച ചെയ്യുന്നുള്ളത്. മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയണോ, ചർച്ച ചെയ്യാൻ വേണ്ടി ആരെങ്കിലൊക്കെ വരുമല്ലോ എന്നുള്ള ധാരണയിലാണ്. പക്ഷെ ആ ചിരിക്കാട്ടോ ഞാൻ ചർച്ച ചെയ്തത്. ആ ചിരി ഒന്നൊന്നര ചിരിയായിപ്പോയി. എന്റെ പൊന്നേ. അല്ലാതെ തന്നെ ചർച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ദാസേട്ടൻ തന്നെ ആകെ മൂഞ്ചിരിക്കുക. അയാളുടെ ശബ്ദ സന്ദേശങ്ങളൊക്കെ കേട്ടല്ല
ഇനി നമ്മൾ ആ സീക്രട്ട് ഏജന്റിന് ഇട്ടിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട് രേണസുന, അതും കാണാം. ശ്രുതി എന്ന സെന്റിമെന്റ്സ് രേണുവിൽ നിന്ന് പോയി. ഓക്കെ, കാണാവോ? കാണുന്നില്ല. ഡബിൾ മീനിങ് സംസാരം രേണു കല്യാണം കഴിക്കുന്നത് നല്ല തുറന്നെടുത്ത് സായി കൃഷ്ണ, നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സായി കൃഷ്ണ അതല്ലേ? അത് സാരില്ല, അല്ലേ? സായി കൃഷ്ണ അല്ലേ സീക്രട്ട് ഏജന്റ്? ആഹാ, ശ്രുതി എന്ന് പോയോ? ആരാ പറഞ്ഞ പോയെന്ന്? സായി കൃഷ്ണ, ശ്രുതി പോകുന്നില്ല. കൊല്ലശ്രുതിയുടെ ഭാര്യയാണ് ഞാൻ. അപ്പം ശ്രുതി എന്തായാലും ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, രേണുസുതി 100 വട്ടം രേണുസുതി. ഓക്കെ, കഴിക്കാൻ രേണുസുതിയെ, സുതിയൊക്കെ പോയി, കൊറേ കാലായി പോയിട്ട്. ആള് മരിച്ചതിന് ശേഷം അയാളെ നാണം കെടുത്തി ആളെ മറന്ന്. പിന്നെ ആരാണ് സകല കലാവല്ലഭന? അങ്ങനെ ആരുമല്ല. കൊല്ലസുതി കുറച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, കുറച്ചാളുകൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ മരണപ്പെട്ടപ്പോ ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും, കാരണം പഴയത് കുത്തിപ്പൊക്കിയപ്പോ. പക്ഷെ നിങ്ങൾ അവരെ കൊണ്ട് നടന്ന് കടന്ന് ആ പേരിന്റെ തറ്റത്ത് ആ വാല് വെച്ച് അവസാനം സുധി എന്ന പേര് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കാനും തുടങ്ങി. കാരണം രേണസുന, അതാണ് കറക്റ്റ്. രേണുസുതി, അതും ഫേക്കിനായിരുന്നു. കൊള്ളാം. സീക്രട്ട് ഏജന്റ് ഇട്ട് കൊട്ടു കൊടുത്ത നിങ്ങളുടെ പോസ്റ്റർ അല്ലേ എനിക്ക് മടുത്തു, ഇനി ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സ്വാഭാവികമായിട്ടും സുധി പോയി എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലസുധി എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് എത്രത്തോളം വഷളാക്കാൻ കഴിയും അത്രത്തോളം വഷളാക്കിയിട്ടുണ്ട്. അയാൾ എത്രത്തോളം ആളുകളെ പറ്റിച്ചു എന്ന കഥയും പുറത്തു വന്നു തുടങ്ങി. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് കാര്യം? പിന്നെ ആള് നന്നായിട്ട് കുടിച്ചിരുന്നു എന്നുള്ള കഥയൊക്കെ ഓരോരുത്തർ പുറത്തിടുമ്പോ തന്നെയാണ് ഞാനും കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞ് നീയും വന്നത്. അതുപോലെ തന്നെ മോനും കള്ളു പിടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് അടിപൊളിയാ. സഹോദരിയെ കുറ്റം പറയാൻ കുറെ ആൾക്കാർ വരുന്നു. തന്തേനെ തള്ളേനെ പറഞ്ഞ ഏത് അവനാണെങ്കിലും പ്രതികരിച്ചിരിക്കും. അമ്മേനെ അച്ഛനെ വിളിക്കുന്ന ഒരുത്തനോട് പറഞ്ഞു അവൻ നമ്പർ അയക്കണമെന്ന് പറഞ്ഞു, അവൻ അയക്കില്ല. അതിനുള്ള ഉറപ്പൊന്നുമില്ല, ഫേക്ക് ഐ ഡി ആണ്. നമ്മൾ ഒരുപാട് സിനിമ നടിമാരോട് ഫോട്ടോ വീഡിയോ ഒക്കെ ഇതെന്ന് പറഞ്ഞേ രേണുസേ പ്രതികരിച്ചിരിക്കില്ലേ? കാരണം നല്ല ആളുകളെ കിട്ടിയിട്ടുണ്ട് എന്തായാലും കൂട്ടായിട്ട്. ലെഫ്റ്റ് റൈറ്റ് അങ്ങ് നിർത്ത്. പിന്നെ അലിൻജോസ് പെരേറ കറക്റ്റ് മാച്ചാണ് കേട്ടോ. ഇനി തമാശ പറഞ്ഞാണെങ്കിലും കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കൊരു വീഡിയോ കാണാം കേട്ടോ. അതാണ് അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏത് ലെവലാണെന്നൊന്ന് കണ്ടു നോക്കി. നോക്കിക്കോട്ടെ ശരിക്കും സംഭവം തന്നെ. ആരെങ്കിലും പറയേണ്ട കട്ടെന്ന് ഏതൊരു മൂലക്കരുത് ഏതൊരു ചേച്ചി കട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ആവുന്ന് പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ. ഇതാണ് അഭിനയം. എന്നിത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു മടുത്തിടും ആൾക്കാർക്ക്. ഫോണ് തുറന്ന ഇൻസ്റ്റഗ്രാം തുറന്ന ഒക്കെ തന്നെ നമ്മൾ കണ്ടന്റ് നോക്കിക്കൊണ്ടിരിക്കാവും. എന്നാൽ അതേ സ്ഥാനത്ത് കടന്നു കയറി വരുന്ന മുഴുവൻ ഇങ്ങനെയുള്ള വീഡിയോസ് ആണ്. എത്ര നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താലും വന്നുകൊണ്ടേ ഇരിക്കാടോ. അപ്പൊ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് എടുത്ത് റിയാക്ട് ചെയ്യാണ്. ദേഷ്യം പിടിച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ഭ്രാന്ത് പിടിച്ചിട്ട്. നമ്മൾ മറ്റുള്ള കണ്ടന്റുകൾ തരയും. ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ യുദ്ധ വീഡിയോസ് ഒന്നും യൂട്യൂബിലിട്ട് ചെയ്യാൻ പറ്റില്ല. കുറെ ആളുകൾ ഒരു ലെവലും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ടൊക്കെ. വലിയ അബദ്ധമാണെന്നുള്ളതാണ്. അതെന്താ കിട്ടാൻ പോണെന്നറിയാം, ചാനലൊക്കെ കത്തിപ്പോ. മുന്നേ തന്നെ കുറെ യൂട്യൂബേഴ്സിനൊക്കെ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ സീക്രട്ട് ഏജന്റ് ഒക്കെ എത്ര വീഡിയോ ചെയ്യുന്ന ആളല്ല. ആള് ഈ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അതൊരു പ്രശ്നമാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ കോപ്രായത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാടാ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റും? എടുത്ത് റിയാക്ട് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് എടുത്ത് റിയാക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് മടുപ്പ് വരികയാണ് ഇതിങ്ങനെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണേ. എല്ലാവരും കമന്റ് വിടുന്നുണ്ട്, അതിൽ ഫുള്ള് കമന്റ് ഇതാണ്, എന്തിനാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്, ഒരു കഴിവില്ലാത്ത, എന്തിനാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന ആളുകൾക്ക്. സത്യമായിട്ട് പറയാ, എന്നാലെ വാ തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടത്തര വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാള് അങ്ങനെ പറയേണ്ടി വരും. ആറാട്ടെണ്ണനെ അങ്ങോട്ട് പോയിട്ട് മുട്ടിയിട്ടുണ്ടോ കല്യാണം കഴിക്കുന്ന ആഗ്രഹം പറഞ്ഞിട്ട്? ഇല്ല. വെറുതെ അങ്ങോട്ട് പറയുന്നേ. ആറാട്ടെണ്ണനെ കെട്ടൂല. ആറാട്ടെണ്ണനൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാടോ, ഒന്നരക്കെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാടോ. അയാളൊക്കെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് വാങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം വേണം. അയാൾ PhD ചെയ്തോണ്ടിരിക്കുക, ഡോക്ടറേറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനൊന്നും ബോധം പറഞ്ഞ സാധനം ഈ രേണസുനക്ക് ഇല്ലല്ലോ. പിന്നെ ഇതിനെ പൊക്കി നടക്കാൻ കുറെ എണ്ണ ഉണ്ട്. എന്താടാ നിങ്ങളൊക്കെ ഞാൻ പറയണ്ട്. അവരൊക്കെ ലക്ഷ്യമിടുന്നത് ഇത് തന്നെയാണ്. അവരെ കൂട്ടത്തിൽ വെറുതെ നടന്നു കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നുള്ളതാ. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴും മറ്റുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ റീച്ച് വരുന്ന വിഷയതാ. ഇപ്പൊ ജസ്ലിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്തു. എടോ 1000 ആള് പോലും കാണാനില്ല. അതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. അത്ര ജനങ്ങൾ അറിയേണ്ട ഒരു വിഷയത്തെ ആർക്കും കാണാൻ താല്പര്യമില്ല. എന്നാൽ രേണുസുദ്ദീൻ എല്ലാവരും കാണാൻ താല്പര്യമുണ്ട് താനും.
ഞാനൊന്നും പറയുന്നില്ല. വീണ്ടും വരെ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് അതൊരു സന്ധ്യയുടെ പാൾ സൈനിങ് ഓഫ്.